കഥയുടെ ആരംഭത്തിൽ കുട്ടി കഥാനായകനെ യൂജീനെ കാണിച്ചുകൊണ്ടാണ്. അവൻ്റെ അമ്മ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതും അവന് സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് പ്രസിഡന്റ് ചിൻ മരിച്ചതിന് ശേഷം യുവയങ് മാസ്റ്റർ സംസാരിക്കാത്തത് ഇത് സാധാരണ PhDs ആണ്. 3 മണിക്കൂറിനുള്ളിൽ സുഖം പ്രാപിച്ചില്ലെങ്കിൽ മാസം കഴിയുമ്പോൾ അവൻ്റെ വാക്വൽ കോഡുകൾ ശാശ്വതമായി ക്ഷയിച്ചേക്കാം. ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് തന്നെയായിരിക്കും നോക്കിയിരിപ്പ്. ഹീറോയ്ക്ക് അവൻ്റെ അച്ഛൻ പോയതിനു പിന്നെ അവൻ ഇതുവരെ ആരോടും മിണ്ടിട്ടില്ല. ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കുട്ടിപ്പെണ്ണ് സൈക്കിളുമായി വന്നതും ബ്രേക്കിലെന്ന് പറഞ്ഞ് ഹീറോയുമായി കൂട്ടിമുട്ടി. നിരത്ത് വീണ അവൾക്ക് നല്ലോണം വേദന വന്നെങ്കിലും പോലും അവൾ വീട്ടിൽ ഹീറോയെ എഴുന്നേപ്പിച്ച് നിനക്കൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ തലയും കൈയൊക്കെ നോക്കി. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിനുള്ള ക്യാഷൊന്നുമില്ല എടുക്കാനെന്ന് കേട്ടപ്പോൾ അവനും അതിൻ്റെ ആവശ്യമില്ലെന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു. ഇവളും അയ്യോ എന്താ പറ്റിയേ, നീ മിണ്ടിയില്ലേ, നീ വീണ വീഴ്ചയിൽ പറ്റിയതാകുമോ എന്ന് കരുതി അവൾ ഞാൻ നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. ഏറ്റവും മോശാവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചാലും ഓടിപ്പോകില്ല. എന്നാൽ അവൾ ഇങ്ങനെ പിറുപിറുക്കുന്നത് അവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും അമ്മയും അസിസ്റ്റന്റ് എത്തി. ഹീറോയുടെ പെരുമാറ്റം കണ്ടപ്പോൾ കുട്ടി യങ് മാസ്റ്റർ പറയുന്നത് നീ ശല്യക്കാരിയാണ്, മിണ്ടാതിരിക്കെ. അമ്മയും അവനൊരു കുഴപ്പമില്ല. ഇവനും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൾ അല്ല ഇവൻ മാത്രം എന്തിനാ മിണ്ടാതിരിക്കുന്നത്, അവന് പകരം നിങ്ങളാണല്ലോ സംസാരിക്കുന്നത്. മാഡം അവനൊരു കുഴപ്പമില്ല. നിങ്ങൾ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള മരുന്നൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ പേര് ആനി, ഞാൻ ചിങ്സങ് വെൽഫെയർ ഹോമിലാണ് താമസിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ തേടി വരാം. ഞാൻ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് അവൾ പോയി. അവളെ കണ്ടപ്പോഴാണ് അവനൊന്ന് പ്രതികരിച്ച സന്തോഷത്തിൽ അമ്മ അവർ ചിങ്ചാങ് വെൽഫെയർ ഹൗസിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ചിങ്ചാങ് വെൽഫെയർ ഹൗസിലേക്ക് അവർ എത്തി. ആനി എന്ന കുട്ടിയെ ദത്തെടുക്കാനായി തീരുമാനിച്ചു. പക്ഷേ ആനി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോഴേക്കും ഒരു കുട്ടി ഓടിയെത്തി. ഡയറക്ടർ, ആനി ചേച്ചി എന്താണ് ഇതുവരെ എത്താത്തത്? അവൾ ആനിയുടെ ഇളയ സഹോദരിയാകും. വാസ്തവത്തിൽ ആനിയും അനിയത്തിയും ഇവിടെ താമസിച്ച മുതൽ അവളെ ദത്തെടുക്കാനായിട്ട് പലരും വന്നാണ്. പക്ഷെ അവിടെ റിയൽ പാരൻസ് വരുന്നതുവരെ അവൾ കാത്തിരിക്കുകയാണ്. അതിനാൽ അവൾ എല്ലാ ദത്തെടുക്ക ഓഫറുകളും നിരസിച്ചു. എന്നിട്ട് ആ കുട്ടിയോട് നിന്റെ ചേച്ചി നിനക്ക് കേക്ക് വാങ്ങാൻ പോയതല്ലേ, തൽക്കാലം നീ മറ്റു കുട്ടിയോടൊപ്പം കളിക്ക്, അവൾ വേഗം എത്തുന്നു പറഞ്ഞു. അപ്പോഴേക്കും ആനി തിരിച്ചെത്തുകയാണ്. അവൾ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. ഇന്ന് അവൾ ബൈക്ക് കൊണ്ട് ഒരാൾ ഇടിച്ചല്ലോ, ആ കുട്ടി മിണ്ടില്ല എന്നുള്ളത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ അവൾ ഇടിച്ച പയ്യനും അമ്മയും അവിടെ. അവരെ കണ്ടപ്പാടെ അവൾ പേടിച്ച് തിരിഞ്ഞു. അല്ല ഇവരെന്താ ഇവിടെ? ഇനി വല്ല ഇടിച്ചെനി ക്യാഷ് ചോദിക്കാനാകുമോ? അവർ ചോദിക്കുന്ന ക്യാഷൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. അല്ലെങ്കിൽ അവനെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. എന്നിട്ട് ഹീറോയുടെ അമ്മയോട് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട മാഡം, ഞാൻ അവൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. അവസാനം വരെ ഞാൻ അവനെ നോക്കിക്കോളാം. പക്ഷെ അവർ വന്നത് അവളെ ദത്തെടുക്കാനായിട്ടാണ്. എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അവിടെ അനിയത്തി വിട്ട് എങ്ങും പോകണ്ട എന്നാകും പറയുക. സോ അവർ ഞാൻ നിന്നെ ദത്തെടുക്കില്ല, പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇന്ന് നീ കണ്ടുമുട്ടിയ പയ്യന് സംസാരിക്കാൻ ഇഷ്ടമല്ല. എന്നെ സഹായിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ പാരൻസിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. അതിന് പകരം 5 ലക്ഷം രൂപയും തരാം. 5 മില്യൺ എന്ന് കേട്ടപ്പോൾ അവൾ ഷോക്കായി. എന്നാലും അത്രയും ക്യാഷ് വെച്ച് അവൾക്ക് അവിടെ അനിയത്തിയെ നോക്കാമല്ലോ, പാരൻസിനെയും കണ്ടുപിടിക്കാം. അതിനാൽ അവൾ അതൊരു വെല്ലുവിളിയായിട്ട് ആ ജോലി അങ്ങേറ്റെടുക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ അവളെ കൂട്ടി വീട്ടിലെത്തുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഹീറോയെക്കുറിച്ച് അവളോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. യങ് മാസ്റ്റർ ഒരു ദിവസം മുഴുവൻ എപ്പോഴും ഇങ്ങനെയാണ്, തിന്നുകയോ കുടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അവനെ റൂമിൽ നിന്ന് പുറത്താക്കാൻ വാതിൽ മുട്ടുമ്പോൾ അവൻ വാതിൽ തുറക്കുന്നതില്ല. അവൻ പുറത്തേക്ക് വന്നില്ലെങ്കിൽ മുട്ടി തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും അവൻ വാതിൽ തുറന്നില്ല. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ആ വാതിൽ ചവിട്ടി തുറക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ ഒരു പേടിയും കൂടാതെ അവനവിടെ ബുക്ക് നോക്കിയിരിക്കുകയായിരിക്കും. ഇവളും നീ എന്താ വാതിൽ കൊട്ടിട്ട് തുറക്കാത്തത്? ഞാൻ ശല്യക്കാരി ആയതുകൊണ്ടാണോ? അപ്പോൾ ഹീറോയ്ക്ക് പകരം അസിസ്റ്റന്റാകും മിണ്ടുക. യങ് മാസ്റ്റർ പറഞ്ഞത് നിങ്ങൾ വരുന്നതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഗവേഷണം നടത്തിയില്ലേ? അവന് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഹീറോ ഒന്നും പറയാതെ എല്ലാം അസിസ്റ്റന്റ് പറയുമ്പോൾ ഇവളും അല്ല നീ അവൻ്റെ ബാഹ്യ സ്പീക്കറാണോ? അവൻ സംസാരിക്കുന്ന നിഘണ്ടുവിലാണല്ലോ നിങ്ങളും മിണ്ടുന്നത്. എനിക്ക് അവനോടാണ് മിണ്ടാനുള്ളത്, നിങ്ങളോടല്ല. നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു ഓടിക്കുമ്പോൾ അസിസ്റ്റന്റ് പോകുന്നത് പോലുമില്ല. സോ അവൾ അവൻ്റെ അമ്മയെ വിളിക്കുന്നു. ഉടനെ അസിസ്റ്റന്റ് അവിടെ വാപ്പൊത്തി എന്തിനാ മാഡത്തെ വിളിക്കുന്നത്?
ഞാൻ വന്നത് അവനെ കൊണ്ട് മിണ്ടിപ്പിക്കാനാണ്. അതിനിടയിൽ നിങ്ങൾ ഞങ്ങൾക്ക് ശല്യക്കാരനാണെന്ന് പറയും. സോ അസിസ്റ്റന്റ് ഹീറോയോട് ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു പോയി. ശേഷം അവൾ അവളുടെ ജോലിയിലേക്ക് കടക്കുകയാണ്. സംസാരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. അതെനിക്ക് ഏകാന്തതയാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഹീറോ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വരുന്നു. ഇവളും ആദ്യം ഒന്ന് പേടിച്ചു പോയി. എന്നിട്ട് അവൾ അവനെ ഒന്ന് മിണ്ടിക്കാനായിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ അനാഥാലയത്തിൽ ഒരു തെരുവ് നായുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനെ പേടിയാണ്. പക്ഷെ ഒട്ടും പേടിയില്ലാത്തത് അതിൻ്റെ നായക്കുട്ടിയാണ്. അനാഥാലയത്തിന് പിന്നിലാണ് ആ നായക്കുട്ടിയെ കണ്ടെത്തിയത്. അത് വലിയ നായക്കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ ഇന്നത്തെ തെറാപ്പി സെക്ഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവൾ പോയപ്പോൾ ഹീറോ ഉടനെ തന്നെ ഫോൺ എടുത്ത് അവൾ ഭയങ്കര ശല്യക്കാരിയാണ്, നാളെ തന്നെ പറഞ്ഞയക്കാമോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ പിറ്റേ ദിവസം അവൻ വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടിപ്പൊളിക്കുമെന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ്, നിങ്ങൾക്കോ യങ് മാസ്റ്ററിനോ പരിക്കേറ്റാൽ മാഡം എന്നെ ഈ കുടുംബത്തിൽ കയറ്റോലില്ല. യങ് മാസ്റ്ററിനോടൊപ്പം 5 വർഷമായി ഉള്ളതാണ് ഞാൻ. അവൻ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അവന് വിട്ട് ഞാൻ എങ്ങും പോകില്ല. എന്നിട്ട് ആ ഡോറിൻ്റെ മറ്റൊരു കീ ആയിരിക്കും കൊടുക്കുക. റൂമിലെത്തിയ അവൾ അവൻ്റെ മേൽ ഉണ്ടായ പുതപ്പ് മാറ്റി. എന്നാൽ അവൻ അഭിനയിച്ചുറങ്ങുകയായിരിക്കും. അപ്പോൾ അസിസ്റ്റന്റ് വന്ന് ഉറങ്ങുന്നതായി നടിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഉണർത്താൻ കഴിയില്ല. സോ അവൾ സ്പീക്കറെ വെച്ചാകും അവനെ എഴുന്നേൽപ്പിക്കുക. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത് കണ്ടതും അസിസ്റ്റന്റ് അത്ഭുതമാണ്. കാരണം യജമാൻ മരിച്ച ശേഷം കുഴപ്പക്കാരനായ യങ് മാസ്റ്റർ ഇതേപോലുള്ള ഒരു ഭാവം കാണിച്ചിട്ട് വളരെ കാലമായി. ശേഷം അവൻ അവളെ ഓടിക്കാൻ അവൾക്ക് വേണ്ടി നല്ല എരിവുള്ള ചിക്കൻ ലെഗ് പീസൊക്കെ കൊടുത്തു. ഇവളും അത് അറിയാതെ എടുത്ത് കഴിക്കുമ്പോഴാണ് എരിവുള്ള കാര്യം അറിയുന്നത്. അവനൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ഓടിച്ചിടുമ്പോഴാണ് അവിടേക്ക് മാഡം എത്തുന്നത്. പക്ഷെ മാഡം ഒന്നും കണ്ടില്ലെന്ന രീതിയിലായിരിക്കും നടിച്ച് അവിടുന്ന് പോയി. എന്നിട്ട് ആനി അവർക്ക് 2 പേർക്കും ഇന്നു മുതൽ നീ എന്നോട് എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞ് ABCD ആകും പഠിപ്പിച്ചൊടുങ്ങുന്നത്. കൂടെ അസിസ്റ്റന്റ് കാണും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കെ ഇവൻ അവളോട് മിണ്ടാനായി ട്രൈ ചെയ്തു. അപ്പോൾ അവൻ മിണ്ടാതിരിക്കാനുള്ള കാരണം അവൻ്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അവൾ അതൊക്കെ ഭൂതകാലമാണ്, ഓർമ്മകളുമാണ്, അതെല്ലാം മറക്കേണ്ടതാണ്. ഒരിക്കലും നീ എന്നോട് സംസാരിക്കാൻ പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ജീവിതകാലം മുഴുവൻ നമ്മൾ ഒറ്റ സുഹൃത്തുക്കളായിരിക്കണം. ഇവിടെ അവൻ ആദ്യമായിട്ടാണ് മിണ്ടിയത് കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിറ്റേ ദിവസം അവൻ അവൻ്റെ അമ്മയെന്ന് വിളിക്കുന്നു. സോ അവൻ ആദ്യമായി സംസാരിച്ചതിനാൽ അമ്മ ഒരു പാർട്ടി തന്നെ ഒരുക്കുകയാണ്. പക്ഷെ അവൾക്ക് പോകേണ്ട സമയമായി. എന്നാൽ അവന് അവളെ വിട്ടു പിരിയുന്നതിൽ നല്ല വിഷമം കാണും. ഇന്നത്തെ പാർട്ടിയിലെ താരം നിങ്ങളാണ്, എങ്ങും പോകണ്ട, ഞാൻ വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവൾ പോയി. അങ്ങനെ പാർട്ടിയൊക്കെ ആരംഭിക്കുമ്പോൾ ഒരു പയ്യൻ ഹീറോയെ കളിയാക്കുകയാണ്. അവനെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ വന്നെത്തിയ കുട്ടിയെ പരിചയപ്പെടുത്തി തരുമെന്ന് ചോദിക്കുമ്പോൾ അവൻ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ കണ്ണിൽ തന്നെ ഒരു കുത്തു കൊടുത്തു. അത് കണ്ടുവന്ന അവൻ്റെ പാരൻസ്, മാഡം ചെൻ, നിങ്ങളുടെ കുട്ടി സംസാരിക്കുന്നില്ലെങ്കിലും ആളുകളെ തല്ലാൻ നല്ല ധൈര്യമുണ്ട്. അമ്മയും എന്തിനാണ് അവനെ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ആനിനെ അനാഥനെന്ന് വിളിച്ച് കളിയാക്കി അവളെ പരിചയപ്പെടുത്തി തരാമോ എന്ന് പറയുമ്പോൾ ഇവരും അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, അവൾ വെറും അനാഥാലയത്തിലല്ലേ വളർന്നത്. അപ്പോൾ അമ്മ പറയുന്നത്, ആനി നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്, അവളെ അപമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അവരും നമ്മൾ കുടുംബപരമായി സുഹൃത്തുക്കളല്ലേ, ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനൊരു വഴുക്കടിക്കണോ, അവളെ അവൻ വിവാഹമൊന്നും കഴിക്കാൻ പോകണമെന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്നായിരിക്കും യൂജി ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കുമെന്ന് എല്ലാവർക്കും മുന്നിൽ തുറന്നു പറയുന്നത്. ഇവിടെ ആനിയുടെ റിയൽ പാരൻസിനെ കണ്ടെത്തി അവർ 2 ദിവസത്തിനുള്ളിൽ അവളെ അനിയത്തിയും കൂട്ടാനായി വരുമെന്ന് ഡയറക്ടർ പറയുന്നു. ഇത് കേട്ടതോടെ അവൾക്കൊരുപാട് സന്തോഷമാവുകയും ഈ കാര്യം അവൾ ഹീറോയോടും അവൻ്റെ അമ്മയോടും പറയാനായി പോക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടർ അവളെ വിടുന്നത് പോലില്ല. എന്നിരുന്നാലും അവൻ്റെ പരിശീലനം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ആനിക്ക് പകുതി വഴിയിൽ ഉപേക്ഷിക്കാനും കഴിയില്ല. അതിനാൽ അവൾ പോവുകയാണ്. ആനി വീട്ടിലെത്തുമ്പോൾ യൂജിന് അവൾക്കായിട്ട് ഒരു കേക്ക് കഷ്ണമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ശേഷം അവൾ ഈ ഇടം വിട്ടു പോവുകയാണെന്ന് പറയുന്നു. എന്നിട്ട് എന്നോട് എന്തെങ്കിലും മിണ്ടണമെന്നുണ്ടെങ്കിൽ അവളൊരു പാവയെ നൽകി, ഇതിനോട് മിണ്ടിയാൽ മതി, ഞാനില്ലെങ്കിൽ നിനക്ക് എന്നോട് എന്താണോ പറയാനത് അത് ഇതിനോട് മിണ്ടിയാൽ മതി. എന്നിരുന്നാലും അവൾ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ്. പക്ഷെ അത് അവൾക്ക് തമാശയായിട്ടാണ് തോന്നിയത്. എന്നാൽ അത് അവൻ കാര്യമായിട്ടാകും പറയുക. ശേഷം അവൾ പോകാൻ നേരത്ത് യൂജിൻ്റെ അമ്മ പറഞ്ഞതുപോലെ 5 മില്യൺ കൊടുത്തപ്പോൾ അതവൾക്ക് വേണ്ട എന്നാകും പറയുക. എനിക്കിവിടെ ഒരുപാട് സ്നേഹം ലഭിച്ചു, പുതിയൊരു സുഹൃത്തിനെയും കിട്ടി,
നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആനി ഇപ്പോഴും ഒരു അനാഥാലയത്തിലായിരുന്നേനെ. എന്നിട്ട് അവനോട് എൻ്റെ പാവയെ നല്ലോണം നോക്കണം, സംസാര പരിശീലനം തുടർന്നുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൾ പോകുമ്പോൾ അവനോട് സഹിക്കുന്നില്ല. അവൾ പോയതിന് പിന്നാലെ അവനോട് പോകരുതെന്ന് പറയുമെങ്കിൽ അവനിപ്പോൾ സംസാരിക്കാൻ പയ്യെ പയ്യെ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ മനസ്സിൽ ഉറച്ചു പറയുകയാണ്, അവളെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കുന്നെന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. യൂജിൻ ഇപ്പോൾ ഒരു കമ്പനി സിഇഒ ആണ്. അന്ന് അവരുടെ കമ്പനിയിൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇൻ്റർവ്യൂ ലിസ്റ്റ് കാണുമ്പോൾ പെട്ടെന്ന് ആനിയുടെ പേര് കൂടി കണ്ടതും കുട്ടിക്കാലത്ത് നഷ്ടമായ പോയ തൻ്റെ ഫ്രണ്ടാകുമോ എന്ന് കരുതി അവളെ മാത്രം പേഴ്സണലായിട്ട് ഇൻ്റർവ്യൂ നടത്താനായി പറയുന്നു. എന്നാൽ ഇവിടെ ആനിയെ കാണിക്കുകയാണ്. അവർ ഇന്റർവ്യൂക്ക് വിടാതെ പൂട്ടിട്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, സ്വന്തം മകളെ കുറെ നാളുകൾക്ക് ശേഷമാണ് കിട്ടിയത്. അതിനു മുന്നേ അവർ വളർത്തിയ ദത്തുപുത്രിക്കായിരിക്കും കൂടുതൽ പരിഗണന. സൂചൻ ഗ്രൂപ്പ് ഒരു ലോകാന്തര കമ്പനിയാണ്. ഇതേപോലെ ഒരു ജോലിക്ക് നമ്മുടെ ഷിൻ കുടുംബത്തിലെ രത്നമായ സൂവിന് മാത്രമേ ചെൻ ഗ്രൂപ്പിലെ ജോലി ചെയ്യാൻ അർഹതയുള്ളൂ. അവർ ആ ലേഡിയെയാകും വിടുന്നത്. ഈ രക്തം കുടിക്കുന്ന കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് ഈ ജോലി തന്നെ വേണം. സോ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ഐഡിയ നോക്കുകയാണ്. ശേഷം ആ ലേഡിയാകും ആനിയുടെ പേരിൽ ഇൻ്റർവ്യൂ ആ കമ്പനിയിലെത്തുന്നത്. യൂജിനെ പറഞ്ഞത് കൊണ്ട് പേഴ്സണായിട്ടാകും ഇൻ്റർവ്യൂ നടത്തുക. അവളുടെ റെസ്യൂമൊക്കെ കണ്ട് യൂജിൻ 12 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ചെയ്തത്, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ അനാഥാലയത്തിലാണ് വളർന്നതെന്നും 12 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ റിയൽ പാരൻസിനെ കണ്ടുമുട്ടി. അവർ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സംസാരിക്കാൻ കഴിയാത്ത ഒരു പയ്യനെ? ഇത് കേട്ടതും 12 വർഷം മുമ്പ് സംസാരിക്കാൻ കഴിയാത്ത ഒരു കൊച്ചുകുട്ടിയെ കണ്ടുമുട്ടിയ കാര്യം ആനി പറഞ്ഞതായി അവൾ ഓർക്കുകയും തീർച്ചയായും എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ആ ആൺകുട്ടി അറിയുമോ? ആൺകുട്ടി ഞാനാണ്. ഇപ്പോൾ ചെങ്ങ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് യൂജിൻ. അവൾ പെട്ടെന്ന് ബ്രദർ യൂജിൻ എന്നാ വിളിക്കുക. പക്ഷെ അന്ന് ആനി അങ്ങനൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ആനിയുടെ പെട്ടെന്നുള്ള പെരുമാറ്റം കാണുമ്പോൾ ഹീറോയ്ക്ക് എന്തോ ഡൗട്ട് അടിക്കുകയും അവൾക്ക് 2 ഓപ്ഷൻ തരാം. 10 മില്യൺ കൊടുത്തിട്ട് ജോലി വേണോ അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിക്കണോ? അവനെ കിട്ടിയാൽ 10 മില്യൺ ഇരട്ടി കാണും. സോ അവൾ സമ്മതിച്ചു കൊണ്ട് അവളെ അമ്മയെ കാണിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തുമ്പോൾ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ ആകും യൂജിൻ സമ്മാനിക്കുന്നത്. ശേഷം അവളെ അവിടെ കുട്ടിക്കാലത്ത് കിടന്ന അതേ റൂമിലായിരിക്കും കൊണ്ടുവിടുന്നത്. ആ റൂം കാണുമ്പോൾ അവൾക്ക് അവളുടെ ഇപ്പോഴുള്ള റൂമിനെക്കാട്ട് വലുതാകും ആ റൂം. ഇനി ഷെങ് ഫാമിലിയിലെ യജമാനത്തി ഞാനാണെന്ന് പറഞ്ഞ് ആ റൂമിൽ ഭയങ്കര പൊടിയാണെന്ന് പറഞ്ഞ് ഞാനീ ചീത്ത പറയുന്നു. അപ്പോൾ പണ്ട് ആനി യൂജിന് കൊടുത്ത പാവ കാണുന്നു. അതവൾ കൊള്ളില്ലെന്ന് പറഞ്ഞ് എടുത്ത് കളയാനായി പറഞ്ഞപ്പോഴേക്കും യൂജിൻ എത്തി. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. നാനി അവൾ ഇത് കളയാനായി പറയുന്നു. കാരണം ആ പാവ അവന് എത്ര പ്രിയമാണെന്നുള്ളത് അവിടുത്തെ ജോലിക്കാരികൾക്കറിയാം. അവനും ഇത് നീ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ഓർക്കുന്നില്ലേ 18 വർഷം മുമ്പ്? ഇവളും നടിച്ച് ഓ ഞാൻ ഇപ്പോഴാണ് ഇത് ഓർക്കുന്നതെന്ന് പറഞ്ഞ് ആ പാവ വാങ്ങി. ഇവിടെ ആനി കമ്പനി ഇൻ്റർവ്യൂക്കായിട്ട് വത്തിരിക്കുകയാണ്. പക്ഷെ ഇൻ്റർവ്യൂ എല്ലാം നേരത്തെ കഴിഞ്ഞു പോയി. പക്ഷേ ഇൻ്റർവ്യൂ എല്ലാം നേരത്തെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ അവൾക്ക് ആ ജോലി അത്രയ്ക്കും ആവശ്യമായതിനാൽ വേറെ താസ്തിയിലേക്ക് ജോലി ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ക്ലീനിങ് ജോബ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റുമോ? വൃത്തിയാക്കൽ അല്പം ക്ഷീണമാണെങ്കിൽ കാര്യമില്ല, പക്ഷേ കുറച്ച് പണം ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് എല്ലാത്തിനുപരി ഈ ജോലി. അവൾക്ക് എഡ്യൂക്കേഷൻ ലോണും അടയ്ക്കാനുണ്ട്. സോ അവൾ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവൾ ക്ലീനർ ജോലിക്ക് കയറുന്നു. ക്ലീനിങ്ങായി ആദ്യം തുടക്കം കുറിക്കുന്നത് അവൾ യൂജിൻ്റെ ഓഫീസിലായിരിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് ഇവൾ ക്ലീൻ ചെയ്യുന്നത് കണ്ട് സാറിൻ്റെ ഓഫീസ് സ്വന്തമായി ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സ്റ്റാഫുണ്ട്. അവളോട് പുറത്ത് പോകാനായി പറഞ്ഞപ്പോൾ അവളോട് കൊളീഗ്സ് ആണ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പോഴേക്കും അവളോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ സ്റ്റാഫ് എത്തിയപ്പോൾ അയാളും പറയുന്നത് മാനേജർ ഞാൻ വർഷങ്ങളായി ഇവിടെയുണ്ട്, കമ്പനി നിയമങ്ങൾ എനിക്ക് നല്ലോണം അറിയാം, ഞാൻ എന്തിനാണ് അവളെ സിഇഒയുടെ ഓഫീസിലേക്ക് കയറ്റുന്നത്? അവൾ കള്ളം പറഞ്ഞത് കൊണ്ട് അവളെ HR കൊണ്ടുപോകാൻ പിടിവലിയാകുമ്പോഴാണ് അവിടേക്ക് യൂജിനെത്തി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു. അവൾ വെറും ഒരു താഴ്ന്ന ക്ലീനറാണ്. ക്ഷണിക്കപ്പെടാതെ അവൾ അകത്തേക്ക് കയറി. കമ്പനി നിയമം പാലിക്കാത്തതിനാൽ അവളെ പിരിച്ചുവിടുകയാണെന്ന് കേട്ടപ്പോൾ യൂജിന് ആനിയോട് എന്താണ് നടന്നതെന്ന് ചോദിച്ചു. ഇന്നെൻ്റെ ആദ്യത്തെ ദിവസമാണ്. അവർ എന്നോട് വൃത്തിയാക്കാനായി പറഞ്ഞു, എവിടെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞില്ല. ഇത് കേട്ടതും യൂജിൻ അപ്പോൾ അവളെ എങ്ങനെ പിരിച്ചുവിടാൻ പറ്റും? ഇന്ന് അവിടെ ആദ്യത്തെ ദിവസമല്ലേ, അവൾക്ക് ടോയ്ലറ്റ് എവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ എൻ്റെ ഓഫീസ് കണ്ടെത്താൻ പറ്റും? സോ അവരോട് പോയി പണി നോക്കാനായി പറഞ്ഞു. അപ്പോൾ ആനി പോകുമ്പോൾ അവളുടെ പേര് ചോദിക്കുമ്പോൾ ആനി എന്നാണ് പറയുക.
പക്ഷെ ആദ്യം അവന് ആനി ആണെന്ന് മനസ്സിലായില്ല. കാരണം ഓൾറെഡി ഒരു ആനിയുടെ പേരിൽ വീട്ടിലുണ്ടല്ലോ. അപ്പോഴേക്കും അസിസ്റ്റന്റ് എത്തി. ഫോറിൻ ഇൻവെസ്റ്ററുമായി 5 മിനിറ്റിനുള്ളിൽ ഒരു മീറ്റിംഗ് ഉണ്ട് സ്റ്റാർട്ട് ആവുകയാണ്. പക്ഷെ അവരുടെ ഫോറിൻ ട്രാൻസ്ലേറ്റർ ആക്സിഡന്റ് ആയതിനാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ആനി ഇതെല്ലാം കേട്ട് അവൾ നിൽക്കുന്നുണ്ടായി. ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ യോജിന് അതിന് നിനക്ക് ഫോറിൻ ലാംഗ്വേജ് അറിയുമോ? ശേഷം ആ ഫോറിൻ ആളുമായി മീറ്റിംഗിൽ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ കോൺട്രാക്ട് കണ്ട ആനി ഇതിൽ സൈൻ ചെയ്യരുത്. പാർട്ടി ബി വൈകിയാൽ ഡെലിവറി ചെയ്യുമ്പോൾ പാർട്ടി എ എല്ലാ ചെലവുകളും ബാധ്യതയും വഹിക്കണം. പാർട്ടി എക്ക് എല്ലാ ഉൽപാദന ചക്രത്തെക്കുറിച്ചോ കാലതാമസത്തെക്കുറിച്ചുള്ള കാരണത്തെക്കുറിച്ചോ ചോദിക്കാൻ പാർട്ടി എക്ക് അവകാശമില്ല. ഇവ തികച്ചും അന്യായമാണ്. ഇതിൽ ഒപ്പിടരുതെന്ന് പറയുന്നു. സത്യത്തിൽ അന്ന് അവൾ റെസ്യൂമ് കൊടുത്തപ്പോൾ അവളുടെ റെസ്യൂം എല്ലാം ഇവർ കണ്ടതായിരുന്നു. അതുകൊണ്ട് ഇവളൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നടത്തിയ ഒരു മീറ്റിംഗ് ആയിരിക്കും. സോ യോജിൻ അവളെ അവൻ്റെ പേഴ്സണൽ ട്രാൻസ്ലേറ്ററായി ജോലിക്ക് കയറിക്കോ എന്ന് കേൾക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. സാലറി 100 മടങ്ങാന്ന് കേട്ടപ്പോൾ അതിനും അവൾ സമ്മതിച്ചില്ല. നിനക്ക് ഈ ജോലി ഇവിടെ വേണ്ടെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ സമ്മതിക്കുകയാണ്. ശേഷം ആനി എന്ന കള്ളപ്പേരിൽ യോജിന്റെ വീട്ടിൽ കയറിയവൾ യോജിന്റെ കമ്പനിയിലെത്തി. എവിടെയാണ് സിയുടെ ഓഫീസ് എന്ന് റിസപ്ഷൻ ചോദിച്ചു. അവളോട് നിങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? സിയുടെ ഭാര്യയ്ക്ക് അപ്പോയിൻമെന്റ് എടുക്കണോ? ഇവരും ഇവിടെ തർക്കത്തിലായത് ഈ ഒരു സ്റ്റാഫ് കാണുകയും സിയുടെ ഭാര്യയുമായി അടുത്താൽ നേട്ടം തന്നെ ഉണ്ടാകുമെന്ന് കരുതി ഇവർ നേരെ അവളുടെ അടുത്തേക്ക് പോയി. സിയുടെ ഓഫീസ് അങ്ങോട്ടാണ്, നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ ആനി ന്യൂജിൻ്റെ പേഴ്സണൽ ട്രാൻസ്ലേറ്റർ ആയതോടെ അവൾ എല്ലാ പണിയും പിടിപിടിയെന്നാകും തീർക്കുന്നത്. ഇവളും ഓഫീസിലെത്തിയതും ആനിയെ കണ്ട് ഷോക്കായി. ഇവളെങ്ങനെ ഇവിടെ എത്തി? ആരും കാണാതെ പോകുമ്പോൾ പെട്ടെന്നാകും ഹീറോയുടെ അസിസ്റ്റന്റ് മുന്നിൽ പെടുന്നത്. ഹീറോയ്ക്ക് കുറച്ച് ട്രീറ്റ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഏൽപ്പിച്ചു. നിങ്ങൾ തന്നെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അവൾ മാറി നിന്നു. ആനി ഇവിടെ ഇവിടെ എത്തി എന്നാകും ഇവിടെ മനസ്സിൽ. ഇനി ഹീറോയെ വളയ്ക്കാനാകുമെന്ന് കരുതി അവളെയും കാത്തു ഇവിടെ നിൽക്കുകയായിരിക്കും. ആനി വന്നതും അവളെ പിടിച്ചു മാറ്റി. നിനക്കെങ്ങനെ ഇവിടെ ജോലി കിട്ടി? അതിന് നിനക്ക് വല്ല കഴിവൊക്കെ ഉണ്ടോ? നിനക്കൊന്നും എൻ്റെ ലെവൽ പോലും എത്താൻ കഴിയില്ല എന്ന് പുച്ഛിച്ച് പറയുമ്പോൾ അപ്പോഴേക്കും ആനിയെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആളെ വിളിച്ചു. പോകുന്നതിന് മുന്നേ, കഴിവ് തെളിയിക്കുന്നതിന് മുന്നേ, എൻ്റെ കഴിവ് നിന്റെ കഴിവ് താരതമ്യം ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ജോലിയെപ്പറ്റി നല്ല രീതിയിൽ നോക്കിയിട്ടും കണ്ട് പറയാനായിട്ട് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. വീട്ടിലെത്തുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യത്തിലായിരിക്കും. കാരണം ഇവൾ കയറാനിരുന്ന കമ്പനിയിൽ ആനി ജോലിക്ക് കയറിയല്ലോ. അപ്പോൾ നാനി വരുമ്പോൾ ഉച്ചഭക്ഷണം റെഡിയായെന്ന് ചോദിച്ചു. അവൾ ഹീറോയ്ക്കൊപ്പം പുറത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും പോയത്. സോ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആനിയോടുള്ള ദേഷ്യം അവർ നാനിയുടെ മുഖത്ത് ഗ്ലാസ്സിലുണ്ടായ വെള്ളം മുഖത്തേക്ക് ഒഴിച്ചു. അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നിട്ട് ആനിയുടെ പാവിലാകും ദേഷ്യം തീർക്കുക. ഇക്കാര്യം ഉടൻ തന്നെ നാനി അസിസ്റ്റന്റ് വിളിച്ചു പറഞ്ഞു. സോ ഹീറോയോട് പറയുമ്പോൾ അസിസ്റ്റന്റ് ആകും വിടുക. ആനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. സോ അവൾ ഹീറോയോട് സാറിൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ സാർ തന്നെ പോയി നോക്കണം. ശേഷം ഹീറോ വീട്ടിലെത്തുമ്പോൾ അവൾ ഹീറോയുമായി ക്ലോസ് ആവുമ്പോൾ അവൻ അവളെ തള്ളി മാറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാല്യകാല വാഗ്ദാനം ഞാൻ പാലിക്കുമെന്ന്. പക്ഷെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുടുംബത്തിൽ താമസിക്കാം, ഇല്ലെങ്കിൽ പൊക്കെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഹീറോ ഓഫീസിലെത്തുമ്പോൾ ആനി അസിസ്റ്റന്റിന് ഇംഗ്ലീഷ് ലെറ്ററൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നത് കാണുന്നു. അവളുടെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ അവന് കുട്ടിക്കാലത്തെ ആനിയാണ് ഓർമ്മ വരിക. എന്നിട്ട് അവളോട് നീ എവിടുന്ന ഉച്ചാരണം പഠിച്ചത്? അത് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാന്ന് പറഞ്ഞ് അവൾ പോയി. അപ്പോഴേക്കും അസിസ്റ്റന്റ് ട്രാൻസ്ലേറ്റർ ആനി എന്നെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന സാറിൻ്റെ ബാല്യകാല സുഹൃത്തിനെയാണ്. അതിനാൽ ഹീറോ അവളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറയുന്നു. അന്ന് അസിസ്റ്റന്റ് കാറ് നേരത്തെ കൊണ്ടുപോയതിനാൽ ഹീറോ ആനിയുടെ ലിഫ്റ്റ് ചോദിക്കുക. എന്നാൽ ലിഫ്റ്റ് കൊടുത്ത ആനി അവസാനം അവനെ ബാറിൽ കൊണ്ടുവിടേണ്ട അവസ്ഥ വന്നു. ഹീറോയുടെ വീട്ടിലെത്തിയതും അവൾക്ക് ആ വീട് കണ്ടിട്ട് എവിടെ നല്ല മറന്നു പോയ സ്ഥലം. ശേഷം അകത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോയ്ക്ക് ആനിയാണെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്തു. പക്ഷെ ഇതൊക്കെ മുകളിൽ നിന്ന് ഇവൾ കാണുന്നുണ്ടായി. അവൾ പോയ ശേഷം ഇവൾ താഴേക്ക് വന്ന് ഹീറോയെ കിസ് ചെയ്യാനായി പോയപ്പോൾ അവളെ അവോയ്ഡ് ചെയ്യുകയാണ്. അതിൻ്റെ ദേഷ്യത്തിൽ അവൾ അന്ന് രാത്രി ഹീറോയ്ക്കൊപ്പമാകും കിടന്നത്. തന്നെ പ്രണയിച്ചില്ലെങ്കിൽ പോലും വിവാഹം കഴിച്ച് തീരൂ എന്നൊരു മട്ടിലാകും. പക്ഷെ ഇതെല്ലാം സെർവൻ്റ് കാണുന്നുണ്ടായി. പിറ്റേ ദിവസം കണ്ണു തുറക്കുമ്പോൾ ഇവളെയാകും കണി കണ്ടത്.
കുടിച്ച ബോധത്തിൽ ആനിയാർന്നല്ലോ കൂടുണ്ടായെന്ന് ചിന്തിച്ച് ഹീറോ പോയി. ഹീറോ ഇവളോട് കൂടുതൽ അടുക്കാത്തോണ്ട് തന്നെ ഇവൾ കമ്പനിയിലെ ആ ലേഡി സ്റ്റാഫിനെ കാണണമെന്ന് പറയുന്നു. അവരോട് ഒരു സഹായം ചോദിക്കുന്നതിനെ നിങ്ങളെ ഞാൻ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പ്രമോഷൻ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഒപ്പം നിന്നാൽ പ്രമോഷൻ കിട്ടുമെന്ന് കരുതി പ്രമോഷൻ ചെയ്താൽ ഞാൻ എന്ത് വേണേൽ ചെയ്യാമെന്ന് ഉറപ്പ് നൽകി. സോ അവരെ ഹീറോ പോലും അറിയാതെ പ്രമോഷൻ ചെയ്തിരിക്കുന്നെന്ന് പറയുന്നു. ആ ഒരു അധികാരത്തിൽ അവർ ആനിയെ ഹീറോയുടെ മുന്നിൽ കൊണ്ടുപോയി അവൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഫയൽ എന്തോ മിസ്റ്റേക്ക് കാരണം കമ്പനിക്ക് കോടിക്കണക്കിന് നഷ്ടമാണ് വന്നതെന്ന് പറഞ്ഞ് കാണിച്ചു. ഇത് അവളുടെ കൈയക്ഷരമാകില്ലെന്ന് ഹീറോയ്ക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അതൊരു സ്പാനിഷ് ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഇവൾക്ക് സ്പാനിഷ് ലെറ്ററിലല്ല ജോലി കൊടുക്കുന്നത്. ഇനി ഇതുപോലുള്ള വ്യാജരേഖമായി വരരുതെന്ന് പറഞ്ഞ് അവളെ ഓടിക്കുകയാണ്. അന്ന് ജോലി കഴിഞ്ഞ് ആനി ബാറിൽ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ അവളെ ശല്യപ്പെടുത്താൻ വന്നപ്പോൾ അവളുടെ ഫ്രണ്ടാകും അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവർ പോകും വഴിക്ക് ഹീറോ കാണുകയും കാറ് നിർത്തി ഈ രാത്രി ഇവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകണം. പക്ഷെ ഫ്രണ്ട് ഒട്ടും സമ്മതിച്ചില്ല. ഹീറോയെ കണ്ടതും ഇതെന്റെ ബോസാണ്, ഞാൻ ഹീറോയോടൊപ്പം പൊക്കോളാം എന്ന് പറഞ്ഞ് ഹീറോയ്ക്കൊപ്പം പോയി. പിറ്റേ ദിവസം കണ്ണ് തുറക്കുമ്പോഴാണ് ഇന്നലെ നടന്ന സംഭവമൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഹീറോയിൽ നിന്ന് മെസ്സേജ് ഇന്ന് ഡേറ്റിങ്ങിന് പോയാലെന്ന് ചോദിച്ചു. അവൾക്ക് സമയമില്ലെന്നും മൂടില്ലെന്നും പറഞ്ഞ് അവളും അങ്ങോട്ടും മെസ്സേജു. പക്ഷെ അവൾ വരില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും അവൾ ബാറിൽ പോയത്. അപ്പോഴാണ് അതേ ബാറിൽ ഹീറോയും അവളും എത്തുന്നത്. ഹീറോയെ കണ്ടപാടെ അവൾ ഷോക്കായി. സോ ഹീറോ അവളെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഹീറോ ഡ്രിങ്ക് വാങ്ങാനായി അവൾക്ക് മുന്നിലെത്തി. ആനി ഹീറോ കാണാതെ ഇരിക്കാനായി മുഖമൊക്കെ പൊത്തിയായിരിക്കും ഇരിക്കാം. ആനി നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അവളാകെ ചമ്പിട്ടായിരിക്കും നിൽക്കും. സോ ഹീറോ അവൾക്കൊരു 10 മിനിറ്റ് സമയം തരും. നിന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ കാറിലുണ്ടാകുമെന്ന് പറഞ്ഞിറങ്ങി. ഇവളിവിടെ ഹീറോയെ തപ്പി കാണുന്നില്ല. വിളിച്ചിട്ട് നോക്കുമ്പോൾ വർക്കുണ്ട്. ആനിയെ കൂട്ടി ഓഫീസിൽ പോവേണ്, നീ വീട്ടിൽ പോക്കെന്ന് പറയുന്നു. ആനി എന്ന് കേട്ടതും അവൾക്ക് നല്ല ദേഷ്യമാവുകയാണ്. ആനി പറഞ്ഞതുപോലെ കാറിൻ്റെ അടുത്തെത്തുമ്പോൾ ഹീറോ അവൾക്കൊരു ഫയൽ നോക്കാനായി ഏൽപ്പിച്ചു. കുറേയേറെ ഫയലുണ്ടാകും. ഇവൾ കരുതും ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ. നോക്കുമ്പോൾ മൊത്തം ചൈനീസ്. ഇതെന്തിനാ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം? അത് സ്പാനിഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അവന് വേറെ ആരോടും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇവൾക്ക് ഏൽപ്പിച്ചത്. പിറ്റേ ദിവസം ആനിയെ ആ ലേഡി മനഃപൂർവ്വം ഹീറോ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അവളൊരു ക്ലയൻറ്റിനെ കാണാനായി പോകാൻ പറയുന്നു. ആനിയും എൻ്റെ ജോലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ ക്ലയൻറ്റിനെ കാണുകയല്ല. പക്ഷേ ഇത് ഹീറോ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ഇവളും എന്തിനാണ് ഇനി ഹീറോ ഈ ജോലി എന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് പോന്നു. എന്നാൽ ആനി കാണാൻ പോയ ക്ലയൻറ്റ് പെൺകുട്ടികളുമായി കൊഞ്ചിക്കൊഴുകയായിരിക്കും കാണുക. ഇവളെ കണ്ടപ്പാടെ അയാൾ അവരെ പറഞ്ഞു വിട്ടിട്ട് അവളെ അടുത്തിരുത്തുന്നു. ആനി വന്ന പണി ചെയ്തിട്ട് തീർക്കാമെന്ന് കരുതി ഫയൽ കൊടുക്കുമ്പോൾ അയാൾ ആ ഫയൽ മാറ്റിവെച്ച് അതൊക്കെ പിന്നെ നോക്കാം, ഇത് കുടിക്കെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഡ്രിങ്ക് കുടിപ്പിക്കുന്നു. ഇവിടെ ഹീറോ രാവിലെ തൊട്ട് ആനി കാണുന്നില്ലല്ലോ എന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ ആനി ഒരു പ്രൊജക്റ്റ് കൊടുക്കാനായി ഒരു ക്ലയൻറ്റിനെ കാണാനായി പോയി. ഇത് കേട്ടതും ആനിയെ അത് ആരാണ് മനഃപൂർവ്വം കെണിൽ കൊടുക്കാൻ വിട്ടതാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയും ക്ലയൻറ്റിന്റെ പേര് കേൾക്കുമ്പോൾ ഹീറോ ഞെട്ടി. കാരണം അയാളുടെ കയ്യിൽ പെടുന്ന പെൺകുട്ടികൾ രക്ഷപ്പെട്ടിട്ടേയില്ല. അവൾ എവിടെയാണ് ചോദിക്കുമ്പോഴാണ് ബാറിലാണ് പോയതെന്ന് അറിയുന്നത്. ഇവിടെ ബാറിൽ അവൾ കുറച്ചേ കുടിച്ചുള്ളൂ, പക്ഷെ അവളുടെ ബോധം പോവാറായി. സോ അവൾ പോടേന്ന് പറയുമ്പോൾ അയാൾ വിടുന്നത് പോലുമില്ല. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോയും അസിസ്റ്റന്റ് എത്തി അയാൾക്ക് 2 എണ്ണം പൊട്ടിക്കുന്നത്. ശേഷം ഇതിന് പിന്നിൽ ആരാണെന്നും അവർ വേഗം കണ്ടുപിടിക്കാനായിട്ട് അസിസ്റ്റന്റ് ഏൽപ്പിച്ചു. എന്നാൽ ആനി കുടിച്ച ബോധത്തിൽ അന്ന് ഹീറോയ്ക്കൊപ്പമാകും. അങ്ങനെ ഇതിന് പിന്നിലുള്ള മാസ്റ്റർ മൈൻഡുള്ള ആളെ ഹീറോ കണ്ടെത്തി. എന്തിനാണ് ആ ജോലി അവൾക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴാണ് ഇതെല്ലാം എംപ്ലോയ്മെൻറ്റിൻ്റെ പണിയല്ലേ, അതുകൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ ആ ക്ലയൻറ്റിനെയും കൂടി വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകും. അയാളും ഇവളാണ് വിളിച്ചു പറഞ്ഞത് ഒരു പെണ്ണിനെ അങ്ങോട്ട് വിടാം. സോ സത്യം പുറത്തായതോടെ ഹീറോ അവളെ പോലീസിൽ ഏൽപ്പിക്കാനായി അസിസ്റ്റന്റ് പറയുമ്പോൾ അവൾ പേടിച്ച് ആനി എന്ന പേരിൽ കയറി പറ്റി അവളുടെ തലയിലിട്ടു. ആനിയെ പുറത്താക്കാനായിട്ട് പ്രമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോ പ്രമോഷനല്ലേ ഞാൻ തരാം, നിനക്കുള്ള പ്രമോഷൻ ജയിലിലേക്കാന്ന് പറഞ്ഞ് 2 പേരെയും പോലീസിൽ ഏൽപ്പിക്കുന്നു. സോ ഹീറോ അവൾക്കൊരു 10 മിനിറ്റ് സമയം തരും, നിന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ കാറിലുണ്ടാകുമെന്ന് പറഞ്ഞിറങ്ങി. ഇവളിവിടെ ഹീറോയെ തപ്പി കാണുന്നില്ല. വിളിച്ചിട്ട് നോക്കുമ്പോൾ വർക്കുണ്ട്. ആനിയെ കൂട്ടി ഓഫീസിൽ പോവേണ്, നീ വീട്ടിൽ പോക്കെന്ന് പറയുന്നു. ആനി എന്ന് കേട്ടതും അവൾക്ക് നല്ല ദേഷ്യമാവുകയാണ്. ആനി പറഞ്ഞതുപോലെ കാറിൻ്റെ അടുത്തെത്തുമ്പോൾ ഹീറോ അവൾക്കൊരു ഫയൽ നോക്കാനായി ഏൽപ്പിച്ചു. കുറേയേറെ ഫയലുണ്ടാകും. ഇവൾ കരുതും ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ. നോക്കുമ്പോൾ മൊത്തം ചൈനീസ്.
ഇതെന്തിനാ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം? അത് സ്പാനിഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അവന് വേറെ ആരോടും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇവൾക്ക് ഇത് ഏൽപ്പിച്ചത്. പിറ്റേ ദിവസം ആനിയെ ആ ലേഡി മനഃപൂർവ്വം ഹീറോ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അവളൊരു ക്ലയൻറ്റിനെ കാണാനായി പോകാൻ പറയുന്നു. ആനിയും എൻ്റെ ജോലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ ക്ലയൻറ്റിനെ കാണുകയല്ല. പക്ഷെ ഇത് ഹീറോ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ഇവളും എന്തിനാണ് ഇനി ഹീറോ ഈ ജോലി എന്നെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു പോന്നു. എന്നാൽ ആനി കാണാൻ പോയ ക്ലയൻറ്റ് പെൺകുട്ടികളുമായി കൊഞ്ചിക്കൊഴുകയായിരിക്കും കാണുക. ഇവളെ കണ്ടപ്പാടെ അയാൾ അവരെ പറഞ്ഞു വിട്ടിട്ട് അവളെ അടുത്തിരുത്തുന്നു. ആനി വന്ന പണി ചെയ്തിട്ട് തീർക്കാമെന്ന് കരുതി ഫയൽ കൊടുക്കുമ്പോൾ അയാൾ ആ ഫയൽ മാറ്റിവെച്ച് അതൊക്കെ പിന്നെ നോക്കാം, ഇത് കുടിക്കെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഡ്രിങ്ക് കുടിപ്പിക്കുന്നു. ഇവിടെ ഹീറോ രാവിലെ തൊട്ട് ആനിയെ കാണുന്നില്ലല്ലോ എന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ ആനി ഒരു പ്രൊജക്റ്റ് കൊടുക്കാനായി ഒരു ക്ലയൻറ്റിനെ കാണാനായി പോയി. ഇത് കേട്ടതും ആനിയെ അത് ആരാണ് മനഃപൂർവ്വം കെണി കൊടുക്കാൻ വിട്ടതാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയും ക്ലയൻറ്റിന്റെ പേര് കേൾക്കുമ്പോൾ ഹീറോ ഞെട്ടി. കാരണം അയാളുടെ കയ്യിൽപ്പെടുന്ന പെൺകുട്ടികൾ രക്ഷപ്പെട്ടിട്ടേയില്ല. അവൾ എവിടെയാണ് ചോദിക്കുമ്പോഴാണ് ബാറിലാണ് പോയതെന്ന് അറിയുന്നത്. ഇവിടെ ബാറിൽ അവൾ കുറച്ചേ കുടിച്ചുള്ളൂ, പക്ഷെ അവളുടെ ബോധം പോവാറായി. സോ അവൾ പോടേന്ന് പറയുമ്പോൾ അയാൾ വിടുന്നത് പോലുമില്ല. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോയും അസിസ്റ്റന്റ് എത്തി അയാൾക്ക് 2 പൊട്ടിക്കുന്നത്. ശേഷം ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ വേഗം കണ്ടുപിടിക്കാനായിട്ട് അസിസ്റ്റന്റ് ഏൽപ്പിച്ചു. എന്നാൽ ആനി കുടിച്ച ബോധത്തിൽ അന്ന് ഹീറോയ്ക്കൊപ്പമാകും. അങ്ങനെ ഇതിന് പിന്നിലുള്ള മാസ്റ്റർ മൈൻഡുള്ള ആളെ ഹീറോ കണ്ടെത്തി. എന്തിനാണ് ആ ജോലി അവൾക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴാണ് ഇതെല്ലാം എംപ്ലോയ്മെൻറ്റിൻ്റെ പണിയല്ലേ, അതുകൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ ആ ക്ലയൻറ്റിനെയും കൂടി വിളിച്ചു കൊണ്ട് വന്നിട്ടുണ്ടാകും. അയാളും ഇവളാണ് വിളിച്ചു പറഞ്ഞത് ഒരു പെണ്ണിനെ അങ്ങോട്ട് വിടാം. സോ സത്യം പുറത്തായതോടെ ഹീറോ അവളെ പോലീസിൽ ഏൽപ്പിക്കാനായി അസിസ്റ്റന്റ് പറയുമ്പോൾ അവൾ പേടിച്ച് ആനി എന്ന പേരിൽ കയറി പറ്റി അവളുടെ തലയിലിട്ടു. ആനിയെ പുറത്താക്കാനായിട്ട് പ്രമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോ പ്രമോഷനല്ലേ ഞാൻ തരാം, നിനക്കുള്ള പ്രമോഷൻ ജയിലിലാക്കാന്ന് പറഞ്ഞ് 2 പേരെയും പോലീസിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവളെ കണ്ട് ഹീറോ അവൾക്ക് 10 മില്യൻ്റെ കാർഡ് കൊടുത്തിട്ട് ഇത് ഫ്രണ്ട്ഷിപ്പിന് പുറത്തുള്ള ക്യാഷാണ്, നീ വേറെ എന്തും ചോദിച്ചാൽ തരാം. അവൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഹീറോ പറയുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല, കാരണം എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ്. അത് അവളല്ലെന്ന് ചോദിക്കുമ്പോൾ നീ ഇത്രയും താരം താഴ്ന്ന് എന്ന് കരുതിയില്ല. ലളിത ജീവിതത്തിൽ നിന്ന് ആഡംബരത്തിലേക്ക് മാറാൻ എളുപ്പമാണ്. മറ്റൊരാളുടെ സ്വഭാവം ഒരിക്കൽ ദുഷ്ടിക്കപ്പെട്ടാൽ അത് ശരിയായ പ്രയാസമാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ ഹീറോ അവളെ വിട്ടു പോകാതിരിക്കാൻ അവൾ ഗർഭിണിയാണെന്ന് പറയുന്നു. സോ ഹീറോ അവളെ നോക്കാമെന്നും അവളോട് ഇവിടെ തന്നെ താമസിക്കാനായി പറഞ്ഞു. ഹീറോ നേരെ ആനിയെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ജോലിയുണ്ട്, പിന്നീടാവുമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. ശേഷം ആനിയുടെ ഫ്രണ്ട് ഓഫീസിലെത്തി ആനിയെ വിളിക്കാനായി പറഞ്ഞു. അയാൾ വന്നത് അവൾക്ക് ലഞ്ച് കൊടുക്കാനായിട്ടാണ്. അവനും ആനിയെ ഇഷ്ടമായിരുന്നു. അത് അവളോട് തുറന്നു പറയാൻ പോയപ്പോൾ ഹീറോ അപ്പോഴേക്കും എത്തി അവനോട് ചോദ്യങ്ങൾ ചോദിച്ചു. തർക്കമാകണ്ടെന്ന് കരുതി അവൻ കൊണ്ടുവന്ന ലഞ്ച് ഹീറോയ്ക്ക് നൽകി അവിടുന്ന് ഓടിപ്പിക്കുകയാണ്. ഫ്രണ്ടിനോട് എനിക്ക് വേറെ ആൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയി. എന്നാൽ ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ ഹീറോ ആ സമയം കൊണ്ട് അവൻ കൊണ്ടുവന്ന ഒട്ടുമിക്ക ഫുഡ് തീർത്തു. ശേഷം ഹീറോ അവൾ ഹോസ്പിറ്റൽ വിലയ്ക്ക് വാങ്ങിയെന്നുള്ള ഡോക്യുമെന്റ്സ് കിട്ടുകയാണ്. ഹോസ്പിറ്റലിന്റെ പേര് കാണുമ്പോൾ അന്ന് അവൾ കൊടുത്ത റിപ്പോർട്ടിലെ അത് ഹോസ്പിറ്റലിന്റെ പേര്. ഹീറോയിനെ ആ റിപ്പോർട്ട് കൊടുത്ത് ഇതിന്റെ സത്യാവസ്ഥ നോക്കാനായി ഏൽപ്പിച്ചു. ചെക്ക് ചെയ്തപ്പോൾ അവൾ ഗർഭിണിയല്ലെന്ന് തെളിയുകയാണ്. അപ്പോൾ അന്ന് രാത്രി ഒന്നും നടന്നില്ല. ഇവൾ എന്തിനാണ് ഇങ്ങനൊരു നാടകം കളിക്കുന്നത് ചിന്തിക്കുമ്പോഴാണ് നാനി വന്ന് അവൾ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, അവളെ വിശ്വസിക്കരുത്. അന്ന് ഹീറോ കുടിച്ചു വന്നപ്പോൾ ഒന്നും തന്നെ നടന്നില്ല. അവൾ ചെയ്യുന്നത് വേറെ പ്രവർത്തിക്കുന്നത് വേറെ. ഇത് കേട്ടതും അവൻ ഒട്ടും വിശ്വാസം വരുന്നില്ല. ഇവിടെ ഓഫീസിൽ ഹീറോയുടെ അമ്മ എത്തുകയാണ് ഹീറോയെ തപ്പി. അപ്പോൾ ആനിയെ കണ്ടതും ഒറ്റനോട്ടത്തിൽ അവളെ മനസ്സിലാവുകയാണ്. അപ്പോഴാണ് അവൾ സത്യാവസ്ഥ മനസ്സിലായത്. അവളുടെ ബോസ് മറ്റാരുമല്ല അവളുടെ കളിക്കൂട്ടുകാരനാണെന്നുള്ളത്. അപ്പോൾ അവർ വേറെ ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അതിന് നിന്നെ അല്ല അവൻ തേടി നടക്കുന്നത്, പിന്നെ ഇങ്ങനെ വേറെ ഗേൾ ഫ്രണ്ട് ആകുമെന്ന് കരുതി ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് അമ്മ നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടെ അമ്മ വീട്ടിലെത്തുമ്പോൾ അകത്തു നിന്ന് അവൾ എല്ലാ ജോലിക്കാരെ ഭരിക്കുന്ന സൗണ്ട് വരെ കേട്ടു. അകത്തേക്ക് വന്ന അമ്മ ആരാണ് നീ ഇവിടെ ഉള്ള ആൾക്കാരെ ഭരിക്കാൻ, അതിന് നിങ്ങൾ ആരാണ്, നിങ്ങളെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ ജോലിക്കാർ അത് ഇവിടുത്തെ മാഡമാണ്. പക്ഷെ അവൾ ഇത് കേൾക്കുന്ന പോലും ഇല്ല. അവരെ തട്ടിമാറ്റി. അപ്പോഴാണ് അവളും പറയുന്നത് ഇത് ഹീറോയുടെ അമ്മയാണെന്നുള്ളത്. എന്നിട്ട് എല്ലാവരോടും പോകാനായി പറഞ്ഞ് അവൾ ആനിയല്ലെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവളും പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അവസാനം അവൾ തലോണെടുത്ത് അമ്മയെ കൊല്ലാനായി നോക്കി. പെട്ടെന്നാകും അമ്മയ്ക്ക് ബോധം പോകുന്നത്. കറക്റ്റ് ടൈമിൽ ഹീറോ എത്തിയത് കൊണ്ട് ഡോക്ടറെ വിളിച്ചു. ചെക്ക് ചെയ്ത ഡോക്ടർ അമ്മ കോമ സ്റ്റേജിലാണ്, എഴുന്നേക്കോ എന്ന് പോലും അറിയില്ല. ഇവളോട് ആരാണ് ചെയ്തെന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ആനയാണ് അവളിവിടെ വന്നിട്ട് പോയി.
അമ്മ ഇങ്ങനെ ആക്കിയത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറഞ്ഞു. സോ ഹീറോ, ആനയെ കണ്ടുമുട്ടി നീ എൻ്റെ അമ്മയെ കണ്ടോ? അവളും അതേ ഓഫീസിൽ വന്നായിരുന്നു. കുറേ സംസാരിച്ചാണ് പോയത്. എനിക്ക് നിങ്ങളെ മുമ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആളുണ്ട്. ഞാനില്ലെന്ന് പറഞ്ഞ് അവൾ പോകാനായി പോകുമ്പോൾ അപ്പോഴാണ് അവന് തിരിച്ചറിഞ്ഞത് ഇതാണ് തൻ്റെ ആനയെന്നുള്ളത്. കുട്ടിക്കാലത്ത് ചിങ് കുടുംബത്തിൽ പോയതിനെക്കുറിച്ചും അവളുടെ അനിയത്തിക്ക് മാത്രമാണ് അറിയുന്നത്. ഇത് കേട്ടതും ആനിയുടെ പേരുള്ള അവളുടെ അനിയത്തിയാണെന്ന് ഹീറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ അവളൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. വീട്ടിലെത്തി അവളെ കണ്ടെത്താൻ പറ്റിയില്ല. അമ്മയുടെ ആഗ്രഹം നമ്മുടെ വിവാഹമാണ്, അത് വേഗം തന്നെ നടത്തണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ വിവാഹം നടത്തുന്നു. എന്നാൽ അതേ ദിവസം റിയൽ ആനിയും കോമിൽ നിന്ന് എഴുന്നേറ്റുന്ന അമ്മയും എത്തി. വന്നവർക്ക് മുന്നിൽ സത്യമെല്ലാം വിളിച്ചു പറയുകയാണ്. ഹീറോ എത്തുമ്പോൾ അവളെ തള്ളി മാറ്റി ആനിയുടെ കൈ പിടിച്ച് ഇതാണ് എൻ്റെ ഫിയാൻസി. പക്ഷെ അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അത് തുറന്നു പറഞ്ഞപ്പോൾ അതെല്ലാം ഫേക്കാണെന്ന് ഹീറോ പറയുന്നു. ഇപ്പോൾ ഇവൾക്കെല്ലാം നഷ്ടമായതോടെ ദേഷ്യത്തിൽ ആനിയെ കുത്താനായി കത്തിയെടുത്തുമ്പോൾ ഹീറോയ്ക്കാകും കൊണ്ടത്. അങ്ങനെ ആനിയുടെയും ഹീറോയുടെയും വിവാഹം കഴിഞ്ഞ് വരാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കാര്യത്തിലാക്കും ഇവർക്ക് തർക്കം. ദേഷ്യം വന്ന ആനി അവനെ ഓടിച്ചിടുമ്പോഴൊക്കെ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിന്ന അമ്മയ്ക്ക് അവരുടെ കുട്ടിക്കാലമാകും ഓർമ്മ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ